ആലുവയിൽ വർദ്ധിച്ചു വരുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസിന്റെ സ്പെഷ്യൽ ഡ്രൈവ്. കുപ്രസിദ്ധ ഗുണ്ട വലിയ വീട്ടിൽ റിയാസിന്റെ വീട്ടിലെ പരിശോധന കഴിയുമ്പോൾ നാട് നടുങ്ങുന്നു. കണ്ടെടുത്തത് 4 തോക്കുകളും 30ഓളം തിരകളും കത്തികളും 9 ലക്ഷത്തോളം രൂപയും. തോക്കുകൾക്ക് ലൈസൻസ് ഇല്ല. പണത്തിന്റെ ഉറവിടവും അജ്ഞാതം. എറണാകുളം റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിലുള്ള തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് റിയാസിനെ ചോദ്യം ചെയ്തത് ഒരു പകലുടനീളം 12 മണിക്കൂർ. മാവിൻ ചുവട് മുബാറക് വധക്കേസിലെ പ്രതി, നാട്ടിലെ പ്രധാന ഗുണ്ട പെരുമ്പാവൂർ അനസിന്റെ സംഘാംഗം. നിലവിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ 7. പിടിയിലായ റിയാസിന്റെ പശ്ചാത്തലം അത്യന്തം അപകടം നിറഞ്ഞത്. അറിയുവാനും അറിയിക്കുവാനും കാര്യങ്ങളേറെ. തോക്കുകൾ റിയാസിന് കിട്ടിയത് എവിടെ നിന്ന്? പണം എവിടെ നിന്ന് എങ്ങോട്ടൊഴുകുന്നു? ഇതിന്റെ ശാഖകൾ എവിടെയൊക്കെ? കൂട്ടാളികളുടെ പക്കലും സമാന ശേഖരമുണ്ടാവുമോ? നാട്ടിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് മിന്നൽ പരിശോധനയുമായി ഇറങ്ങിത്തിരിച്ചത്. റിയാസിന് പിന്നാലെ ഇനി ആരൊക്കെ? ഒരു ഗുണ്ടയ്ക്ക് 4 തോക്കൊക്കെ സ്വന്തം വീട്ടിൽ സൂക്ഷിക്കാനാകുമെങ്കിൽ ഇന്നാട്ടിലെ ക്രമസമാധാന നില എന്താവും? ക്യാമറമാൻ ജോയ് സിയാറിനും ശരത് അമ്പാട്ടുകാവിനുമൊപ്പം ആദിത്യൻ ഒമരക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.